ഇസ്രായേൽ ഉപരോധം ശക്തമായി തുടരുന്ന ഗസയിൽ പാൽപ്പൊടി ലഭ്യമല്ലാത്തതിനാൽ നൂറുകണക്കിന് പുതിയ ജനിച്ച കുഞ്ഞുങ്ങൾ വിശപ്പിന്റെ കനത്ത ബാധയിൽ കഴിയുകയാണ്. ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമല്ലാത്ത ഈ സാഹചര്യത്തിൽ ചില അമ്മമാർക്ക് പോലും മുലപ്പാൽ നൽകാൻ കഴിയുന്നില്ല, കാരണം അവർ തന്നെ പോഷകാഹാരക്കുറവിൽ വലയുകയാണ്. ഡോക്ടർ ഖലീൽ ദക്രാൻ പറഞ്ഞതുപോലെ ഫോർമുല പാൽ കിട്ടാതായതോടെ ബാലസാഹചര്യങ്ങൾ വളരെ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. ഡോക്ടർ ഖലീൽ ദക്രാൻ പറഞ്ഞതുപോലെ ഫോർമുല പാൽ കിട്ടാതായതോടെ ബാലസാഹചര്യങ്ങൾ വളരെ ഗുരുതരമായി മാറിയിരിക്കുകയാണ്. 2023 ഒക്ടോബർ മുതൽ ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ അകപ്പെട്ട ഗസയിൽ ഭക്ഷണം, വെള്ളം, മരുന്ന് തുടങ്ങിയ അവശ്യഹിതങ്ങൾ കനത്ത ക്ഷാമത്തിലാണ്. ഇതുവരെ ഗസയിൽ വിശപ്പു മൂലമുള്ള മരണസംഖ്യ 159 ആയി, അതിൽ 90 കുട്ടികളാണ്. മാത്രമല്ല, കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേലിന്റെ ബലവൽകൃത വിശപ്പു നയത്തെ തുടർന്ന് 2 മരണങ്ങൾ കൂടി ആശുപത്രികൾ റിപ്പോർട്ട് ചെയ്തു. ഈ ജനമോചനത്തെ നിർത്തൂ എന്ന മുദ്രാവാക്യവുമായി സേവനപ്രവർത്തകർ ഇടപെടൽ അഭ്യർത്ഥിക്കുന്നു. അവർ ഗാസയിലുണ്ടാകുന്ന പട്ടിണി മാനവിക ദുരന്തമാണെന്ന് വിവരിക്കുന്നു. വിവിധ രാജ്യങ്ങൾ, മനുഷ്യാവകാശ സംഘടനകൾ എന്നിവർ പ്രതികരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് യാഥാർത്ഥ്യത്തിലുണർന്ന നടപടികളായിട്ടില്ല. ഇത്തരം വിവരങ്ങൾ കൂടുതൽ അറിയുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ.